നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടും ഒരു മാറ്റവും കാണുന്നില്ലേ? കഠിനാധ്വാനം ചെയ്തിട്ടും ഫലം കിട്ടുന്നില്ലെന്ന് തോന്നി നിരാശരാണോ? എങ്കിൽ ഒരു നിമിഷം ആ കർഷകനെ നോക്കൂ. അവൻ വിത്തിട്ടു, പക്ഷെ പിറ്റേന്ന് അവിടെ ഒരു തൈ പോലും മുളച്ചില്ല. ആ കർഷകൻ വിത്തിട്ട മണ്ണിൽ ദിവസവും വെള്ളമൊഴിച്ചു. ക്ഷമയോടെ അവൻ കാത്തിരുന്നു. പുറമെ നോക്കുന്നവർക്ക് അവിടെ മാറ്റമൊന്നും കാണാനായില്ല. പക്ഷെ മണ്ണിനടിയിൽ ആ വിത്ത് നിശബ്ദമായി പണിയെടുക്കുകയായിരുന്നു. മുകളിലേക്ക് വളരുന്നതിന് മുമ്പ് കാറ്റിലും കോരിച്ചൊരിയുന്ന മഴയിലും തകർന്നു പോകാതിരിക്കാൻ ആ വിത്ത് തന്റെ വേരുകൾ മണ്ണിലേക്ക് ആഴത്തിൽ ഇറക്കുകയായി. വേരുകൾ ആഴത്തിൽ ഉറച്ചു കഴിഞ്ഞപ്പോൾ ആ വിത്ത് മുളച്ചു. അത് മരമായി വളർന്നു. സുഹൃത്തെ, നമ്മുടെ പ്രാർത്ഥനകളും ഇതുപോലെയാണ്. പ്രാർത്ഥിച്ച ഉടനെ ഫലം കണ്ടില്ലെന്ന് വരാം. ദൈവമേ, നീ എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ എന്ന് നാം ചോദിച്ചേക്കാം. എന്നാൽ ഓർക്കുക, ദൈവം നിങ്ങളെ തഴുകുന്നതിന് മുമ്പ് നിങ്ങളെ ഉറപ്പിക്കുകയാണ്. ആഴത്തിൽ വേരുകളില്ലാത്ത മരം ആദ്യത്തെ കാറ്റിൽ തന്നെ വീണുപോകും. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി വൈകുന്നത് നിങ്ങളെ തകർക്കാനല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയ അനുഗ്രഹങ്ങളെ താങ്ങുവാൻ നിങ്ങളെ പ്രാപ്തനാക്കാൻ. ദൈവം നിങ്ങളെ ആഴത്തിൽ ഉറപ്പിക്കുകയാണ്. ക്ഷമയോടെ കാത്തിരിക്കുക. വേരുകൾ ഉറച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വളർച്ച കണ്ട് ലോകം അത്ഭുതപ്പെടും. ആ സമയത്തിനായി കാത്തിരിക്കുക, വിശ്വസിക്കുക. ഗോഡ് ബ്ലെസ് യു.